this afternoon is family and finance. ഇന്ന് ഉച്ചകഴിഞ്ഞുള്ള എന്റെ വിഷയം കുടുംബവും സമ്പത്തും എന്നുള്ളതാണ്. Finance is something that can do many things but not anything. ഈ സമ്പത്ത് എന്ന് പറയുന്നത് അനേക കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്, എന്നാൽ എല്ലാമല്ല. Somebody said money is a good servant but a very bad master. ഈ ഒരാള് ഇങ്ങനെ പറഞ്ഞു, ഈ സമ്പത്ത് എന്ന് പറയുന്നത് ഒരു നല്ല ദാസനാണ്, എന്നാൽ യജമാനനല്ല. So what's our attitude towards money and towards the wealth? ഈ സമ്പത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ധനത്തെ കുറിച്ച് നമ്മുടെ മനോഭാവം എങ്ങനെയിരിക്കുന്നു? Especially when we consider it in relation to the families. നാം കുടുംബമായിട്ട് ബന്ധപ്പെടുത്തി ധനത്തെ നോക്കുകയാണെങ്കിൽ many a time the most important criteria in families becomes money. കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് ഈ സമ്പത്ത് ഇരിക്കുകയാണ്. Everything is based on money. If the calculation of the money or the budget goes wrong, the whole thing goes aflop. എല്ലാ കാര്യങ്ങളും ഈ സമ്പത്തിനെ ചുറ്റി നിൽക്കുന്നു. അതിൽ എന്തെങ്കിലും തെറ്റുപറ്റുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം അവതാളത്തിലാകുകയാണ്. But what does the Bible speak about this? എന്നാൽ ഈ സമ്പത്തിനെ കുറിച്ച് തിരുവചനം എന്താണ് നമ്മെ ഓർപ്പിക്കുന്നത്? We see Philippians chapter 4 and verse 19 where the Bible says, "My God shall supply all your need." ഫിലിപ്പിയ ലേഖനം 4-ാമത്തെ അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. Basically, at the offset of this message, all that I want to say is the best thing is to depend on God. To depend on God. ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്ന ഈ സന്ദേശത്തിന്റെ ആകത്തുക. But in spite of all the scriptural advices and confidence, we go through a lot of pressures. തിരുവചനത്തിൽ ഈ വിധത്തിലുള്ള ഉറപ്പും ആ നിലയിലുള്ള സന്ദേശങ്ങൾ ഉണ്ടെങ്കിലും നാം അനേക സമ്മർദ്ദങ്ങൾക്ക് ബാധ്യസ്ഥരായി തീരുകയാണ്. Man often is put a lot of pressures. That's how we are all going through every day. എല്ലാ ദിവസവും മനുഷ്യൻ അനേക സമ്മർദ്ദങ്ങൾക്ക് പാത്രമായി തീരുകയാണ്. And in order to meet those pressures or to cope up with that, we end up in more pressures sometimes. നാം ആ സമ്മർദ്ദങ്ങൾക്ക് വേണ്ടി പരിശ്രമിക്കുമ്പോൾ നാം വീണ്ടും അതിലധികം സമ്മർദ്ദത്തിന് വഴങ്ങി തീരുകയാണ്. And this is something that is never ending. അത് ഒരിക്കലും ഒരു അവസാനമില്ലാത്ത ഒരു പ്രക്രിയയായിട്ട് മാറിപ്പോകുന്നു. So the very secular world view towards money and the scriptural view towards money is totally different. സമ്പത്തിനെ കുറിച്ച് ലോകത്തിന്റെ കാഴ്ചപ്പാടും തിരുവചനത്തിലുള്ള കാഴ്ചപ്പാടും വളരെ വ്യത്യസ്തമാണ്. So at the end of this message, all that I want to say is that we need to have a different world view towards money and the finance. ഈ സമ്പത്തിനെ കുറിച്ച് അല്ലെ ധനത്തെ കുറിച്ച് നമുക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാകണം എന്നുള്ളതാണ് ഈ സന്ദേശം കൊണ്ട് ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. At the beginning of this message, I would like to share few factors that really causes the pressures in our life financially. നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക സമ്മർദ്ദത്തിന് കാരണമായി തീരാവുന്ന ചില ഘടകങ്ങളെ കുറിച്ച് ഇതിന്റെ പ്രാരംഭമായിട്ട് നിങ്ങളെ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. Number one is the pressure to cope up with the growing society. നമ്മുടെ സമൂഹത്തിൽ അതിന്റെ വളർച്ചയോട് അതിനോട് ചേർന്ന് പോകുവാനുള്ള നമ്മുടെ ശ്രമമാണ്, ആ നിലയിലുള്ള സമ്മർദ്ദമാണ് ഇതിന് കാരണമായി തീരുന്നത്. This is a desire to be in par with the neighborhood and the society. നമ്മുടെ സമൂഹമായിട്ടും നാം ആയിരിക്കുന്ന നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുമായിട്ടും ഒന്ന് ഒത്തുചേർന്ന് പോകുവാനുള്ള നമ്മുടെ ആഗ്രഹം. If I don't cope up with the society, maybe I won't be accepted by them. സമൂഹത്തിന്റെ ആ നിലയിൽ എനിക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ സമൂഹത്തിൽ ഒരുപക്ഷെ ഞാൻ സമ്മതനായി തീരുകയില്ല. I won't get the respect that many are getting. അവരുടെ റെസ്പെക്ട് ഒന്നും എനിക്ക് ലഭിക്കുകയില്ല. So somehow there is a pressure to cope up with the society, the growing society. അതുകൊണ്ട് ആ സമൂഹത്തിൽ നാം ആയിരിക്കുമ്പോൾ ഈ നിലയിലുള്ള അനേക സമ്മർദ്ദങ്ങൾക്ക് നാം കാരണഭൂതമായി തീരുകയാണ്. Many a time we are put into such pressures. നാം പലപ്പോഴും നാം ആ നിലയിലുള്ള സമ്മർദ്ദങ്ങൾ കൂടി കടന്നു പോകാൻ ഇടയാകും. The biblical principle is like we are the salt of the earth, the light of the world. തിരുവചനത്തിന്റെ തത്വം അനുസരിച്ച് നാം ലോകത്തിന്റെ ഉപ്പും ലോകത്തിന്റെ വെളിച്ചവുമാകുകയാണ്. In other words, the society must be our product or it must be man's product. മറ്റൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ ഈ സമൂഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രോഡക്റ്റ് ആയിട്ട് തീരണം.
But what is happening is we become the product of the society. പക്ഷേ സാധാരണ നിലയിൽ സംഭവിക്കുന്ന എന്തെന്ന് വെച്ചാൽ നാം സമൂഹത്തിന്റെ ഒരു ഉൽപ്പന്നമായിട്ട് മാറുകയാണ്. Or else we feel we will be left out. അല്ലെങ്കിൽ നമ്മെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ നിലയിൽ നമുക്ക് തോന്നിപ്പോകും. The second pressure is the pressure to cope up with the growing needs. രണ്ടാമത്തെ സമ്മർദ്ദം എന്ന് പറയുന്നത് വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളാണ്. And this is like needs like housing, transport and other similar facilities. താമസ സൗകര്യം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ, ആ നിലയിലുള്ള ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ many things which were considered as ulterior luxuries maybe 20 years back has become most essentials in the modern days. ഒരു 20 വർഷം മുമ്പ് വളരെ ഉല്ലാസകരമായിട്ട് അല്ലെങ്കിൽ ലക്ഷറി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വിചാരിച്ച അനേക കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ, സാധാരണ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത ഒരു അവശ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. Children's education, it wouldn't have been expensive as it is today if you think about 2 decades ago. 20 വർഷങ്ങൾക്ക് മുമ്പത്തേക്ക് നാം ചിന്തിക്കുകയാണെങ്കിൽ അതിനെക്കാട്ടിലൊക്കെ എത്രയും അധികമായിട്ട് കൂടിയിരിക്കുകയാണ് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ. So in all these things, the pressure to cope up with the growing needs is also causing a pressure. ഈ നിലയിലുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങളും അതിനോട് ചേർന്ന് പോകേണ്ട നമ്മുടെ ആവശ്യവും ഈ നിലയിലുള്ള സാമ്പത്തിക സമ്മർദ്ദത്തിന് നമുക്കുണ്ടാകുവാനിടയാകുകയാണ്. Then thirdly we see the pressure to cope up with the growing family. ഈ കുടുംബം വലുതാകുന്നതിനനുസരിച്ച് ആ നിലയിലുള്ള ആവശ്യങ്ങളോട് ബന്ധത്തിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം. Caring for parents, providing for children, education, etc. കുഞ്ഞുങ്ങളെ കരുതുന്നതിന്, മാതാപിതാക്കളെ കരുതുന്നതിന്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് ആ നിലയിലൊക്കെ സമ്പത്ത് ആവശ്യമുള്ളതാണ്. That is another pressure. അതും മറ്റൊരു വിധത്തിൽ നമ്മെ സമ്മർദ്ദത്തിന് പാത്രമാക്കുന്നു. And then we also see the pressures to cope up with the sense of security. നമ്മുടെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാൻ ഉള്ള ആ ആഗ്രഹത്തോടുള്ള ബന്ധത്തിലും നമുക്ക് ഇങ്ങനെ അനുഭവപ്പെടുന്നു. Our retired life and our children's future, the marriages of our children and many things like that. കുഞ്ഞുങ്ങളുടെ ഭാവി, വിവാഹം, അതുപോലെ റിട്ടയർഡ് ലൈഫ്, ആ നിലയിലൊക്കെ നമുക്ക് അത് കാണുവാൻ കഴിയും. Apart from all this, we have another pressure, like the pressures to cope with the conscience obligations. ഇതൊന്നും കൂടാതെ മറ്റു തലത്തിൽ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവരുള്ള ചില കടപ്പാടുകൾ തീർക്കേണ്ട ആവശ്യം, ആ നിലയിലുള്ള കാര്യങ്ങൾക്കും നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. Giving to God or the charity, donations, the conscience keeps pricking and the pressure is always there. നമ്മുടെ മനസാക്ഷി കുത്തുന്നതിനനുസരിച്ച് ദൈവത്തിന് കൊടുക്കുകയും അല്ലെങ്കിൽ ചാരിറ്റിക്ക് കൊടുക്കുകയും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുകയും ആ നിലയിലൊക്കെ ചെയ്യുവാൻ നമുക്ക് സമ്പത്ത് ആവശ്യമുണ്ട്. So all these are putting us into pressures and none of these things are avoidable. ഈ കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മെ സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദത്തിലേക്ക് നമ്മെ വലിച്ചു വെക്കുന്നതാണ്. അതൊന്നും നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതുമായിരിക്കും. And that's the reason why sometimes we are confused in handling the wealth. അതുകൊണ്ടാണ് പലപ്പോഴും ഈ സമ്പത്ത് ഏത് നിലയിൽ ഉപയോഗിക്കണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ആകെ കൺഫ്യൂഷനായി തീരുന്നത്. I was talking to my auditor when I was filing the tax reports. ടാക്സ് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നതിനുള്ള ബന്ധത്തിൽ ഓഡിറ്ററുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ he was telling me one thing. അദ്ദേഹം ഇങ്ങനെ എന്നോട് പറഞ്ഞു. He was telling, look, the way the tax authorities look at you is different than you say that you are. നിങ്ങൾ ആയിരിക്കുന്നെന്ന് നിങ്ങൾ പറയുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള നിലയിലാണ് ഈ ഇൻകം ടാക്സിന്റെ അതോറിറ്റി നിങ്ങളെ നോക്കുന്നത്. Because when you show this much in white, their question is, if you have this much in white, how much more you should have in black? നിങ്ങൾ ഇത്ര വൈറ്റ് മണി നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് നിങ്ങൾ അവരോട് നാം സമ്മതിക്കുമ്പോൾ അവര് ചോദിക്കുന്ന ഇത്രയും വൈറ്റ് മണി കാണിക്കുവാൻ കഴിവുള്ള നിങ്ങൾ എത്ര കള്ളപ്പണം ഉണ്ടെന്നുള്ളതാണ് അവർ മനസ്സിലാക്കുന്നത്. See, that is the society. അതാണ് നമ്മുടെ സമൂഹം. So to cope up with this society and to keep up our status, it's really causing pressure being a true Christian. ഒരു സത്യവിശ്വാസി എന്നുള്ള നിലയിൽ ഈ നിലയിലുള്ള സമൂഹമായിട്ട് ഒത്തുപോവുകയും നമ്മൾ ക്രിസ്ത്യാനി എന്നുള്ള ആ നില കീപ്പ് ചെയ്യുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വളരെ പ്രയാസം ഉള്ള കാര്യമായി തീരുന്നു. Paul tells in Philippians 4:11 and 12. ഫിലിപ്പിയ ലേഖനം 4:11-12 വാക്യങ്ങളിൽ പൗലോസ് ഇങ്ങനെ പറയുന്നു. Says, I know what it is to be having in plenty and also what it is to be in need. എനിക്ക് ധാരാളമായിരിക്കാനും ആവശ്യത്തിലായിരിക്കാനും എനിക്ക് കഴിയും. In fact, he says, I have learned the art of living in plenty and living in nothing. ഒന്നുമില്ലായ്മയിലും ധാരാളത്തിലും ജീവിക്കാനുള്ള കഴിവ്, ആ നിലയിലുള്ള അറിവ് എനിക്കുണ്ട്. So the Christians should be always willing to accept
the Lord allots. ദൈവം നമുക്ക് നൽകുന്നതിനനുസരിച്ച് അതിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം ക്രിസ്ത്യാനികൾ. I remember our brethren used to sing one song. In Malayalam it goes like this. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടെ അത് വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. Do we really mean that when we sing it? നാം ആ പാട്ട് പാടുമ്പോൾ വാസ്തവമായിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ആ അർത്ഥം വെച്ചാണോ നാം പാടുന്നത്? Now, when the real sorrow comes, when everything is taken away, are we able to say with Paul, I know what it is to be in need? നമ്മുടെ യഥാർത്ഥത്തിലുള്ള കഷ്ടപ്പാട് വന്ന് എല്ലാ കാര്യങ്ങളും മാറുമ്പോൾ നമുക്ക് എന്താണ് അന്ന് ആവശ്യമുള്ള ആ കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുമോ? We need to be very realistic when we think about this. നാം ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ വാസ്തവികമായിട്ട് അർത്ഥവത്തായിട്ട് നാം ചിന്തിക്കേണ്ടത് ആവശ്യമുണ്ട്. Especially Paul says there, for I have learned in whatever state I am to be content. ഞാൻ ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടെ ഇരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. So the scriptural exhortation is, this is something that we need to learn. തിരുവചനം നമ്മെ ഇവിടെ പ്രബോധിപ്പിക്കുന്നത് ഈ ഒരു കാര്യം നാം പഠിക്കേണ്ട ഒരു കാര്യമാണ്. Finance management, money management is something that we need to learn as the scripture says. സമ്പത്ത് ഏതുവിധം ഉപയോഗിക്കണം എന്നുള്ളത് തിരുവചനത്തിൽ നിന്ന് നാം പഠിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. Now when we think about handling the finance, ഈ പണത്തെ നാം എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത് ചിന്തിക്കുമ്പോൾ we use it for various needs. നാം അനേക ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ സമ്പത്ത് ഉപയോഗിക്കാറുണ്ട്. Now some of those needs are very, very essential. No, you cannot just compromise with that. എന്നാൽ ചില ആവശ്യങ്ങൾ എന്ന് പറയുന്നത് അത് നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ കഴിയില്ല. അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത്ര പ്രധാനപ്പെട്ടതാണ്. Some of the things probably we can avoid. ചില കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ മാറ്റിവെക്കാം. I'm just trying to classify these needs that we come across. ഈ സമ്പത്തിന്റെ നമ്മുടെ ആവശ്യകതയെ ഈ നിലയിൽ ഞാൻ വിഭജിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Number one is the basic needs. I'll put it as the basic needs. ഒന്നാമത്തേതായിട്ട് അത് അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് നമുക്ക് തരംതിരിക്കാം. These are the unavoidable and the most essential. ഏറ്റവും അത്യാവശ്യമുള്ളതും നമുക്കത് മാറ്റിവെക്കുവാൻ കഴിയാത്തതുമായിട്ടുള്ള ആവശ്യങ്ങളെ ഈ തരത്തിൽ നമുക്ക് പെടുത്താം. We need to really meet those needs. ആ കാര്യങ്ങളൊക്കെ നാം ചെയ്തേ പറ്റുകയുള്ളൂ. For example, like a food, shelter, clothing, which are the basic minimum needs. നമ്മുടെ താമസ സൗകര്യം, നമ്മുടെ ഫുഡ്, ആ വസ്ത്രം, ആ നിലയിലുള്ള ചെലവുകളൊക്കെ നമുക്ക് ഒഴിച്ചുകൂടാൻ പാടില്ലാത്തതാണ്. That is, any human being needs those things. എല്ലാ മനുഷ്യജീവിക്കും അത് ആവശ്യമുള്ളതാണ്. So we need to definitely meet these needs. ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിച്ചേ മതിയാകുകയുള്ളൂ. But the second category, I would put it as the common needs. രണ്ടാമത്തെ തരംതിരിവ് ഞാൻ പൊതുവായിട്ടുള്ള ആവശ്യങ്ങൾ എന്ന നിലയിൽ തിരിക്കുകയാണ്. These are justifiable and essential. അത് ന്യായവും ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. But may not be the basic minimum need. എന്നാൽ അത് അടിസ്ഥാനമായിട്ടുള്ള ആ ചുരുങ്ങിയ ആ ചിലവഴിക്കലല്ല. But when somebody has these things, nobody criticizes them. എന്നാൽ ചിലർക്ക് ഈ പൊതുവായിട്ടുള്ള ആവശ്യങ്ങളുടെ നിലയിലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ആരും അവരെ കുറ്റം വിധിക്കുകയില്ല. Like a conveyance vehicle, ഒരു വണ്ടി വാങ്ങുന്നതിനുള്ള ബന്ധത്തിൽ, or a washing machine at home, വീട്ടിലൊരു വാഷിംഗ് മെഷീൻ വാങ്ങിക്കുന്നതിനുള്ള ബന്ധത്തിൽ, some of those common needs quite justifiable and essential. അത് ആ നിലയിലുള്ള ആവശ്യങ്ങളൊക്കെ ന്യായമായിട്ടും ആവശ്യമുള്ളതുമായിട്ടുള്ള കാര്യം തന്നെയാണ്. We got to meet those needs. നമുക്ക് ആ കാര്യങ്ങൾക്കൊക്കെ പണം ചെലവഴിക്കേണ്ടത് ആവശ്യമുണ്ട്. The third category is the comfort needs. മൂന്നാമത്തേതെന്ന് പറയുന്നത് നമ്മുടെ സുഖ സൗകര്യങ്ങളാണ്. These are preferable and optional. അത് നമുക്ക് താല്പര്യപ്പെടാവുന്നതും വേണമെങ്കിൽ അത് മാറ്റിവെക്കാവുന്നതുമാണ്. But this is for our comforts. അത് നമ്മുടെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യമാണ്. Like a little more spacious car, ഇച്ചിരി വലിയ വണ്ടി, or a fully automatic washing machine. വാഷിംഗ് മെഷീൻ തന്നെ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ളത്. These are all comfort needs. These are preferable but optional. ഈ കാര്യങ്ങളൊക്കെ സുഖ സൗകര്യങ്ങളോടുള്ള ബന്ധത്തിലുള്ളതാണ്. എന്നാൽ അത് വേണമെങ്കിൽ നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ സൗകര്യത്തിന് അത് ആവശ്യവുമാണ്. But somehow we are tuned. Okay, well, those are also very essential. ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും നമ്മുടെ ചിന്താഗതി എന്ന് പറയുന്ന ഈ കാര്യങ്ങളൊക്കെ ഏറ്റവും ആവശ്യമുള്ള കാര്യം, അനിവാര്യമായിട്ടുള്ള കാര്യമാണെന്നുള്ളതാണ്. Then fourthly, I would put it as the status needs. നാലാമത്തത് നമ്മുടെ മാന്യതയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ. These are comparative and avoidable. ഇത് മറ്റുള്ളവരുമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി ആ നിലയിൽ ചിന്തിക്കാവുന്നതും എന്നാൽ അത് ഉപേക്ഷിക്കാവുന്നതുമാണ്. For example, the particular branded car. ഒരു പ്രത്യേക ബ്രാൻഡിലുള്ള ഒരു കാറ്,
or the 5-bedroom house. അല്ലെങ്കിൽ ഒരു 5 ബെഡ്റൂം ഉള്ള ഒരു വീട്. Now, these are all comparative. ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. My neighbor of my own status, my own profession, my own job, he has all these things. So, to be in comparative with him or to maintain my status in that neighborhood, I need to have that. എന്റെ നിലയിലും എന്റേതുപോലെ ജോലിയുള്ള ആ നിലയിലൊക്കെയുള്ള എന്റെ അയൽക്കാരന് ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്കും ഇത് ആവശ്യമാണ്. So these are more comparative, and we feel we need these things because we compare ourselves with others. ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. നമുക്കത് വേണമെന്നും തോന്നാം, എന്നാൽ അത് ഉപേക്ഷിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ്. But by the way, we are not supposed to be comparing ourselves with others in that way, but then that's the human logic. നാം വാസ്തവത്തിൽ മറ്റുള്ളവരെ ആ നിലയിൽ താരതമ്യപ്പെടുവാൻ പാടില്ല, എന്നാൽ മനുഷ്യന്റെ യുക്തി അങ്ങനെയാണ്. And fifthly, the next level is the luxury needs. അഞ്ചാമതായിട്ട് ആഡംബര കാര്യങ്ങൾ. Now this will be personal, but we are highly accountable for that. അത് വ്യക്തിപരമായിട്ടുള്ളതും എന്നാൽ വളരെ ഉത്തരവാദിത്വം നിറഞ്ഞിട്ടുള്ളതായിട്ട് കാര്യമാണ്. For example, I want my house to be, fully carpeted with the very expensive type of carpet. ഉദാഹരണമായിട്ട് എന്റെ ഭവനം നല്ല വിലയുള്ള കാർപ്പറ്റ് ഉപയോഗിച്ച് അത് അങ്ങനെ ചെയ്യണം. Or the whole house or wall should be paneled with teak wood. തേക്ക് തടി കൊണ്ട് മുഴുവൻ വീടും പാനൽ ചെയ്യണം. Or having a jacuzzi at home. ഒരു jacuzzi. A mini swimming pool. Okay. ഒരു സ്വിമ്മിംഗ് പൂൾ എന്റെ ഭവനത്തിൽ വേണം. Now, these are all luxury needs. ഇതൊക്കെ ആഡംബരപരമായിട്ടുള്ള ആവശ്യങ്ങളാണ്. The personal, and we are highly accountable. അത് വ്യക്തിപരമായിട്ടുള്ളതും എന്നാൽ അത് വളരെ ഉത്തരവാദിത്വമുള്ള നാം കണക്ക് കൊടുക്കേണ്ടതുമാണ്. So we cannot come to a level and say, well, this is the limit, or this is okay, $5,000 a month. This is the limit for a Christian family. No, Bible does not support us that. നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറയാൻ കഴിയില്ല. ഈ ഒരു പരിധി ഇത്ര ഒരു മാസം ഇത്ര പണം ചെലവഴിക്കണം, ആ നിലയിൽ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നില്ല. But then we are accountable to God for all these things. എന്നാൽ ഈ കാര്യത്തോടുള്ള ബന്ധത്തിൽ നാം ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടവരാണെന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. I would just put one more category. ഞാൻ ഒരു വിഭാഗം കൂടെ പറയാം. I call it as the lavish needs. ആർഭാട കാര്യങ്ങളെന്ന് ഞാൻ അതിനെ പേര് വിളിക്കുന്നു. This could be surplus and unproductive. അത് വാസ്തവത്തിൽ അമിതവും ഉപയോഗം ഇല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. I heard about somebody who has got 16 car porches for his house. ഞാനിങ്ങനെ കേട്ടു ഒരാൾക്ക് 16 കാർ ഷെഡുകൾ ഉണ്ടെന്ന്. Or one wedding where they give the Bisleri mineral water bottle for washing hands. കൈ കഴുകാൻ വേണ്ടി ബിസ്ലറി മിനറൽ വാട്ടർ കൈ കഴുകാൻ വേണ്ടി കല്യാണത്തിന് കൊടുത്തു എന്ന്. Maybe they have it. ഒരുപക്ഷെ അവർക്ക് അത് ഉണ്ടായിരിക്കാം. But then these are lavishly. എന്നാൽ ഇതൊക്കെ ആർഭാട കാര്യങ്ങളാണ്. Now why I just put it in this category? എന്തുകൊണ്ടാണ് ഞാൻ ഈ കാറ്റഗറിയിൽ അത് ഇട്ടത്? We all struggle to manage finance based on our needs. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് സമ്പത്ത് വിനിയോഗിക്കാൻ വേണ്ടി നാം ഒക്കെ പ്രവർത്തിക്കുന്നവരാണ്. But where does our need, the so-called need that we are struggling for, stand in this? ഇതിനോടുള്ള ബന്ധത്തിൽ നാം ഈ പാടുപെടുന്നതിന്റെ ആ ആവശ്യം എവിടെ നിൽക്കുകയാണ്? Which is our cut-off line? അതാണ് നമ്മുടെ കട്ട് ഓഫ് ലൈൻ. Are we putting it here in the first level itself? That's the okay. That's my need, nothing beyond that. ഇവിടെ കാണിച്ചിരിക്കുന്ന അതിനപ്പുറമായിട്ട് എന്റെ ആവശ്യങ്ങളൊന്നുമില്ല. Or do I put this as my basic needs? ഒരുപക്ഷെ എന്റെ മാന്യതയ്ക്കുള്ള സൗകര്യങ്ങൾ എന്റെ അടിസ്ഥാന ആവശ്യമായിട്ട് വെക്കാമോ? Or do I think the lavish needs, that's my basic? എന്റെ ആർഭാട സൗകര്യങ്ങളാണ് എന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറഞ്ഞ് എനിക്ക് വെക്കാമോ? I'm just putting it in this way that we can think about our spending and our management of finance. നമ്മുടെ പണം ഏത് വിധത്തിൽ നാം ചെലവഴിക്കുന്നു എന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് തന്നെ ചിന്തിക്കാവുന്നതാണ്. Ultimately we are answerable to God. ആത്യന്തികമായിട്ട് നാം ദൈവത്തോട് മറുപടി പറയേണ്ടവരാണ്, കണക്ക് കൊടുക്കേണ്ടവരാണ്. Our conscience should justify us. നമ്മുടെ മനസ്സാക്ഷി നമ്മെ നീതീകരിക്കണം. Now James writes in chapter 4 verse 13 to 16. യാക്കോബ് 4:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, today or tomorrow we will go to such and such a city, spend a year there, buy and sell and make a profit, whereas you do not know what will happen tomorrow. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ, നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തെ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. And then when come down in verse 15 he says, instead you ought to say, if the Lord wills we shall
and do this or that. തുടർന്ന് നാം വായിക്കുന്ന കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരുന്ന് ഇന്നത് ചെയ്യാം എന്നല്ലയോ പറയേണ്ടത്. If the Lord wills, കർത്താവ് what will happen tomorrow? നാളെ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിയില്ല. അതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. Ultimately the Lord is in control. ദൈവമാണ് ആത്യന്തികമായിട്ട് എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത്. It is God who makes one rich. It is God who pulls one down. ഒരാളെ ഉയർത്തുന്നതും ഒരാളെ താഴ്ത്തുന്നതും ദൈവം തന്നെയാണ്. So when we think of managing the God-given resources, ദൈവം തന്നിട്ടുള്ള ആ സാമ്പത്തികമായിട്ടുള്ള ആ കാര്യങ്ങളെ നാം ഉപയോഗിക്കുമ്പോൾ we should always have a sense of accountability. നാം എപ്പോഴും അത് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത നമ്മൾ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. I want to add one thing here. ഞാൻ ഒരു കാര്യം കൂടി ഇവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. God has not made some believers to be poor and some believers to be rich. ദൈവം ചില വിശ്വാസികളെ പാവപ്പെട്ടവരായിട്ടും ചിലരെ ധനവാന്മാരായിട്ടും സൃഷ്ടിച്ചിട്ടില്ല. It's a wrong terminology to classify somebody as poor believers and somebody as rich believers. പാവപ്പെട്ട സഹോദരനെന്നും ധനവാനായിട്ടുള്ള സഹോദരനെന്നും ആ നിലയിൽ തരംതിരിക്കുന്നത് തന്നെ തെറ്റാണ്. Maybe we are used to that terminology, we keep saying that. നാം ഒരുപക്ഷെ അങ്ങനെ പറയാറുണ്ടായിരിക്കാം. But all are one in Christ. All are one in Christ. എല്ലാവരും ഒരു ക്രിസ്തുവിൽ ഒന്നാണ്. See, when I accept the Lord Jesus, ഞാൻ കർത്താവ് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുമ്പോൾ what do I say? ഞാൻ എന്താണ് പറയുന്നത്? I accept you as my Lord and Savior. ഞാൻ കർത്താവും രക്ഷിതാവുമായിട്ട് കർത്താവിനെ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. Lord and Savior, not just Savior but also the Lord. രക്ഷകനായിട്ട് മാത്രമല്ല കർത്താവുമായിട്ടും. What does the word Lord means? എന്താണ് ഈ കർത്താവ് എന്നുള്ളതിന്റെ അർത്ഥം? All that I have, you are the Lord over that. എനിക്കുള്ളത് എല്ലാ കാര്യങ്ങളെയും കർത്തൃത്വം നടത്തുന്നത് കർത്താവാണ്. That means when I accept Him, I surrender all what I have to Him. ഞാൻ ഈ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ എനിക്കുള്ളതെല്ലാം കർത്താവിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. If I have this pen, എനിക്കൊരു പേനയുണ്ടെങ്കിൽ I will tell, this is yours. ഞാൻ ഇങ്ങനെ പറയും, ഈ പേന കർത്താവിന്റെയാണ്. You are the Lord. കർത്താവാണ് ഇതിന്റെ കർത്തൃത്വം നടത്തേണ്ടത്. Another person, whatever he has, he lays it there. Another person, whatever he has, he also gives it. മറ്റൊരു വ്യക്തിക്ക് തനിക്കുള്ളതെല്ലാം ആ കർത്താവിന് ആ നിലയിൽ കൊടുക്കുന്നു. So when we start the Christian life, we start with zero balance. All of us. നാം ക്രിസ്തീയ ജീവിതം തുടങ്ങുമ്പോൾ നാം എല്ലാവരും സീറോ ബാലൻസിലാണ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് തുടങ്ങുന്നത്. Because I have given it to Him and I said, you are the Lord over that. കാരണം ആ കാര്യങ്ങളെല്ലാം ഞാൻ കർത്താവിന്റെ കയ്യിൽ കൊടുത്തിട്ട് കർത്താവാണ് ഈ കാര്യത്തിന്റെ ഒക്കെ കർത്തൃത്വം നടത്തേണ്ടതെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. And the Lord responds back. അതിന് കർത്താവ് തിരിച്ച് പ്രതികരിക്കും. This is mine. ഇത് എന്റെയാണ്. You have surrendered it to me. നീ എനിക്കിതെല്ലാം സമർപ്പിച്ചിരിക്കുകയാണ്. But the Lord can respond in different ways. ദൈവത്തിന് പല നിലയിൽ അതിനെ പ്രതികരിക്കുവാൻ കഴിയും. He can keep it back for Himself. അത് ദൈവത്തിന്റെ കയ്യിൽ തന്നെ അത് വെക്കാം. And He will give me a small pencil. Okay, for time being you manage with this pencil. തൽക്കാലം നീ ഇത് ഉപയോഗിച്ചുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പെൻസില് ദൈവം പകരമായിട്ട് തിരിച്ച് നമുക്ക് തന്നിരിക്കും. Can I complain? You took my Parker pen and gave me only a pencil. നമുക്ക് ദൈവത്തോട് ഇങ്ങനെ പരിഭവിക്കാൻ പറ്റുമോ? എന്റെ പാർക്കർ പെൻ ദൈവം എടുത്തിട്ട് എനിക്കൊരു പെൻസിലേ തന്നുള്ളൂ എന്ന്? No. ഇല്ല, പാടില്ല. You surrendered. കാരണം നാം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതാണ്. When you surrender, you didn't even have a pencil. ഇത് സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു പെൻസിൽ പോലും ഇല്ലായിരുന്നു. But He gave you a pencil. എന്നാൽ ദൈവം ഒരു പെൻസിൽ നമുക്ക് തന്നിരിക്കുകയാണ്. Other option is, മറ്റൊരു വശത്ത് He will take this and keep. ദൈവം ആ പേന എടുത്തു വെച്ചിട്ട് He will give me a better pen. ഇതിനേക്കാൾ നല്ല ഒരു പേന ദൈവം നമുക്ക് തിരികെ തരും. A more expensive pen. അതിനേക്കാൾ വില കൂടിയ ഒരു പേന. He will say, use this for my work. എന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ വില കൂടിയ പേന നീ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ട്. That is also His gift. അതും ദൈവത്തിന്റെ ദാനമാണ്. The third option is, മൂന്നാമത്തെ വശം, He will take this ഈ പേന ദൈവം എടുത്തിട്ട് and He will say, ദൈവം ഇങ്ങനെ പറയും, now this is mine, ഇതിപ്പോൾ എന്റെയാണ്, but I give this to you. ഞാനിത് നിനക്ക് തിരികെ തരുന്നു. This is mine, ഇത് എന്റെയാണ്, I am giving it to you, ഞാൻ നിനക്ക് ഇത് മടക്കി തരുന്നു, to use it for my work. എന്റെ പ്രവർത്തനത്തിന് വേണ്ടി, എന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ വേണ്ടി. So what I had, I still have with me. എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ കാര്യം ഇപ്പോഴും എന്റെ കയ്യിൽ ഉണ്ട്. But the ownership belongs to the Lord. എന്നാൽ അതിന്റെ ഉടമസ്ഥാവകാശം കർത്താവിനാണ്. And let me tell you, almost all of us are in that category. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, നാം മിക്കവാറും എല്ലാവരും ആ കാറ്റഗറിയിലുള്ളവരാണ്. Except some people like Apostle Paul, who lost everything that they had when they surrendered. അപ്പോസ്തലനായ പൗലോസ് ഒക്കെ അതിൽ നിന്ന് മാറി നിൽക്കുന്നു, എല്ലാ കാര്യങ്ങളും ചിലവഴിച്ചതായിട്ട്. So don't ever think that
I have so much, it is all mine, I can do anything that I want. ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത്, എനിക്ക് ധാരാളമായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്ന ആ മനോഭാവം പാടില്ല. So the biblical point is, we are only the stewards of all what we have. He is the owner of that. തിരുവചന പ്രകാരം നാം മനസ്സിലാക്കേണ്ടത്, നാം ഓരോരുത്തരും ഇതിന്റെ ശുശ്രൂഷക്കാരാണ്. ദൈവം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ ഉപയോഗിക്കാൻ മാത്രമേ നമുക്ക് അവകാശമുള്ളൂ. So if one is given more is expected out of him. ഒരാൾക്ക് ദൈവം ധാരാളമായിട്ട് കൊടുത്തെങ്കിൽ ആ വ്യക്തിയിൽ നിന്നും ദൈവം ധാരാളമായിട്ട് മടക്കി പ്രതീക്ഷിക്കുന്നുണ്ട്. He is accountable in a more greater level, larger level. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ദൈവം ധാരാളമായിട്ട് അധികമായിട്ട് ആ വ്യക്തിയോട് കണക്ക് ചോദിക്കും. The lesser you have, the lesser you are accountable. കുറച്ച് ലഭിച്ചവന്റെ കയ്യിൽ നിന്ന് കുറച്ച് മടക്കി ചോദിക്കും. So we need to be very, very careful of how we handle the God-given resources. ഈ ദൈവം തന്നിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ നാം ഉപയോഗിക്കുമ്പോൾ നാം വളരെ വളരെ ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. If anyone says that, well, this is all mine, God has nothing to do with that, that only means when we said you are my Lord, we were hypocrites, we were not truthful. എന്റെ ഈ കയ്യിലുള്ളതൊക്കെ എന്റേതാണ് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അത് ദൈവം തന്നാണ് ആ നിലയിൽ പറയുമ്പോൾ നാം ഒക്കെ കപടഭക്തിക്കാരായിട്ട് മാറുകയാണ്. Now, is God interested in man's needs? മനുഷ്യന്റെ ആവശ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് താല്പര്യമുള്ളവനാണോ? Yes. God created man's needs before he created man. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം മനുഷ്യന്റെ ആവശ്യങ്ങളെ കണ്ടിരുന്നു. A ready-made earth was created for man. ജീവിക്കാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ഉള്ള ഒരു ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ചത്. And man was expected to be a caretaker of all God's creation. ആ ദൈവം സൃഷ്ടിച്ച എല്ലാ കാര്യങ്ങളുടെയും സംരക്ഷകനായിട്ട് ദൈവം മനുഷ്യനെ പ്രതീക്ഷിച്ചു. Man was created for fellowship, not for toiling. അധ്വാനിക്കുവാനായിരുന്നില്ല മനുഷ്യനെ ഉണ്ടാക്കിയിരുന്നത്, എന്നാൽ ആ കൂട്ടായ്മയ്ക്ക് വേണ്ടിയായിരുന്നു ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത്. So God is basically interested in the needs of man. മനുഷ്യന്റെ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ ദൈവം താല്പര്യമുള്ളവനായിരുന്നു അടിസ്ഥാനപരമായിട്ട്. Secondly, we see God is the owner of all and the sustainer and the provider for all. ദൈവം സകലത്തിനും അധിപതിയും സംരക്ഷകനും ആണ്. Everything on earth belongs to the Lord. ലോകത്തിലുള്ള സർവ്വ കാര്യങ്ങളും ദൈവത്തിനുള്ളതാണ്. He provides even for the least of his creation. ഏറ്റവും എളിയ സൃഷ്ടിക്ക് പോലും ദൈവം ആവശ്യമായിട്ടുള്ളത് നൽകി കൊടുക്കുന്നു. And it is vain to toil without God's blessing. ദൈവത്തിന്റെ അനുഗ്രഹമില്ലാതെ അധ്വാനിക്കുന്നത് വ്യർത്ഥമായിട്ടുള്ള ഒരു കാര്യമാണ്. But then why is man toiling to earn? എന്നാൽ എന്തിനാണ് മനുഷ്യൻ ഇങ്ങനെ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്? The biblical view is the pressure for needs is the consequence of disobedience. അനുസരണക്കേട് മുഖാന്തരമാണ് ഈ നിലയിലുള്ള ഈ കഷ്ടപ്പാട്, ഈ അധ്വാനം ഉണ്ടായത്. We know in the beginning it was that. നമുക്കറിയാം ആദിയിൽ അങ്ങനെ ഉണ്ടായി. God had made all that was needed for man before he created man. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ദൈവം മനുഷ്യന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും സൃഷ്ടിച്ചു. But it was man's selfishness and disobedience that put him to forced labor and bring this pressure upon himself. എന്നാൽ മനുഷ്യന്റെ അനുസരണക്കേടും സ്വയമായിട്ടുള്ള ആ കാര്യങ്ങളാണ് ഈ നിലയിലുള്ള ഒരു കാര്യത്തിലേക്ക് അവനെ വലിച്ചിഴച്ചത്. Even today man's selfishness puts him into pressure. ഇന്നും മനുഷ്യന്റെ സ്വാർത്ഥത ഈ നിലയിലുള്ള ആ സമ്മർദ്ദത്തിന് അവനെ ഇടയാക്കുന്നു. But the Bible says godliness with contentment is great gain. എന്നാൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്ന സംതൃപ്തിയോടുള്ള ദൈവഭക്തി വളരെ ആദായകമാണെന്നോ. Secondly, we see the mindset on money matters much in family. നമ്മുടെ കുടുംബത്തിൽ ധനത്തോടുള്ള നമ്മുടെ ആ ധാരണ, ആ മനസ്സിലാക്കൽ, മനോഭാവം വളരെയധികം വിലപ്പെട്ടതാണ്. Many things that is happening in our family much depends on how our mind is tuned towards money. ധനത്തോട് നമ്മുടെ മനോഭാവം എങ്ങനെ ഇരിക്കുന്നു അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ആയിരിക്കുന്നത്. That is why in Matthew 6:21 read, where your treasure is, there your heart also will be. അതുകൊണ്ടാണ് മത്തായിയുടെ ലേഖനം 6:21 പറയുന്നത്, നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയവും ഇരിക്കുമെന്ന്. Seek first his kingdom and his righteousness, and all these things shall be given unto you. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് തിരുവചനത്തിൽ നാം കാണുന്നുണ്ട്. So given a chance for a choice between God and money, what will be our choice? ദൈവവും സമ്പത്തും എന്നുള്ള രണ്ട് കാര്യങ്ങൾക്കിടയിൽ ഒരു തിരഞ്ഞെടുക്കാനുള്ള അവകാശം നമുക്ക് തരികയാണെങ്കിൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് അതിൽ നിന്ന് ഏതായിരിക്കും? Our mindset makes a big difference. നമ്മുടെ ആ ചിന്താഗതി ഒരു വലിയ വ്യത്യാസം അവിടെ ഉണ്ടാക്കുന്നു. Now let me come with this background to the strategies to family finance management. ആ പശ്ചാത്തലത്തിൽ ഈ സമ്പത്ത് ഏത് നിലയിൽ ചിലവഴിക്കണമെന്നുള്ള ആ നയന്ത്രമായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ഞാൻ കടന്നു വരട്ടെ.
What strategies we can really adopt here? ഏത് നിലയിലുള്ള നയതന്ത്രങ്ങൾ നമുക്ക് ഇതിനു വേണ്ടി പ്രയോഗിക്കാം? Number one, ഒന്നാമത്, distinguish between the needs and the desires. നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ആഗ്രഹങ്ങളും തമ്മിൽ ഒരു വേർതിരിവുണ്ടാക്കുക. There needs to be a strong planning for that. അതിനുവേണ്ടി ഒരു ശക്തമായിട്ടുള്ളൊരു പദ്ധതി നാം ഉണ്ടാക്കണം. അത് വേണ്ട നിലയിൽ ചിന്തിച്ച് ചെയ്യണം. All that are useful need not be essential. നമുക്ക് ഉപയോഗമുള്ള എല്ലാ കാര്യങ്ങളും അത്യാവശ്യമുള്ള കാര്യങ്ങളാകണമെന്നില്ല. Each family's needs vary from one to another. നമ്മുടെ ഓരോ കുടുംബത്തിനും ഒരേ നിലയിലുള്ള ആവശ്യങ്ങളല്ല ഉള്ളത്, വ്യത്യസ്തമായിട്ടുള്ളതാണ്. And never compare or compete with the neighbors. നമ്മുടെ അയൽക്കാരുമായിട്ട് അവരുമായിട്ട് നമ്മെ തന്നെ താരതമ്യപ്പെടുത്തുകയോ അവരോട് ഒരു മത്സര ബുദ്ധിയോടെ ആ നിലയിൽ ചിന്തിക്കുകയോ ചെയ്യാൻ പാടില്ല. So distinguish between the needs and the desires. നമ്മുടെ ആഗ്രഹവും നമ്മുടെ ആവശ്യങ്ങളും തമ്മിൽ നമുക്ക് വേർതിരിച്ചറിയേണ്ടത് ആവശ്യമുണ്ട്. Secondly, രണ്ടാമതായിട്ട്, evaluate and plan family budget. നമ്മുടെ കുടുംബത്തിന്റെ വരവും ചിലവും അത് നാം ഒന്ന് കണക്കാക്കി നോക്കേണ്ടതുണ്ട്. We need to plan very systematically the family budget. വളരെ പദ്ധതിപരമായിട്ട് അത് വേണ്ട വിധത്തിൽ നാം പ്ലാൻ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. Without planning, nothing works. അത് വേണ്ട വിധത്തിൽ അത് പദ്ധതി ക്രമീകരിച്ചില്ലെങ്കിൽ ഒരു കാര്യവും ശരിയായ നിലയിൽ നടക്കുകയില്ല. So understand your income and repaying capacity. നമ്മുടെ വരവും അതുപോലെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവിനെ കുറിച്ചും നാം വേണ്ട വിധത്തിൽ ബോധവാന്മാരായി തീരണം. Understand your income and repaying capacity. നമ്മുടെ വരവും തിരിച്ചു കൊടുക്കാനുള്ള ശേഷി നാം മനസ്സിലാക്കണം. Yeah. When we think of spending, നാം ചിലവഴിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ the Bible always talks about planning. തിരുവചനം നമ്മെ എപ്പോഴും ഓർപ്പിക്കുന്നത് അത് വേണ്ട വിധത്തിൽ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. Luke 14:28 we see, how to sit and plan before you build. ലൂക്കോസിന്റെ സുവിശേഷം 14:28 പണിയുന്നതിന് മുമ്പ് എങ്ങനെ അവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് ചിന്തിക്കണം എന്ന് കാണുന്നുണ്ട്. Especially in these days where banks are more interested in giving loans than taking deposits. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് അവിടെ നിക്ഷേപം സ്വരൂപിക്കുന്നതിനേക്കാൾ താല്പര്യം ബാങ്കുകാർ കാണിക്കുന്നത് ലോൺ കൊടുക്കുന്നതിലാണ്. If you ever want to repay your loan, they say, no, don't pay it, keep it. ആ ലോൺ തിരികെ കൊടുക്കുകയാണെങ്കിൽ അവർ പറയുന്നത് വേണ്ട നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. Credit cards just keeps coming even without our asking. ചോദിക്കാതെ തന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മെ തേടി എത്തുകയാണ്. See, we need to be very, very careful in our family budgeting. നമ്മുടെ കുടുംബത്തിന്റെ ആ വരവ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനോടുള്ള ബന്ധത്തിൽ നാം വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. Because once we fall into these pressures, ഈ സമ്മർദ്ദത്തിനകത്ത് നാം ഒരിക്കൽ വീണുപോയാൽ then our family life is affected by that. അത് മുഖാന്തരം നമ്മുടെ കുടുംബ ജീവിതം അത് ബാധിക്കപ്പെടുകയാണ്. The pressure comes on every member of the family. ആ കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും അതിന്റെ സമ്മർദ്ദത്തിന് അനുഭവിക്കാൻ ഇടയാകും. One mistake by one member of the family, ആ കുടുംബത്തിലെ ഒരു വ്യക്തിയുടെ ഒരു തെറ്റ്, everybody becomes the victims of that. അതിന്റെ വിക്ടിംസ് ആയിട്ട് എല്ലാവരുമായി തീരുകയാണ്. One wrong decision the daddy takes, mommy and the children have to face the consequences. പിതാവ് എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിന്റെ അനന്തരഫലം മാതാവും കുഞ്ഞുങ്ങളും അനുഭവിക്കാനിടയാകുന്നു. One wrong decision the son takes, the whole family reap the consequences of മകൻ എടുത്ത ഒരു തെറ്റായ തീരുമാനത്തിന്റെ അനന്തരഫലം പരിണിതഫലം ആ കുടുംബം മുഴുവൻ അനുഭവിക്കാനിടയാകുകയാണ്. And ultimately we are put into unnecessary pressures. നമ്മൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള അനേക സമ്മർദ്ദത്തിന് നാം വഴങ്ങിപ്പോവുകയാണ്. So we got to be very, very careful in that area. അതോടുള്ള ബന്ധത്തിൽ നാം വളരെ കരുതലോടിരിക്കേണ്ടവരാണ്. So understand your income and repaying capacity. നമ്മുടെ വരവും അതുപോലെ തിരിച്ചു കൊടുക്കാനുള്ള കഴിവും നാം വേണ്ട വിധത്തിൽ മനസ്സിലാക്കുക. Unless you are a full-time worker who has got no other source, just all the time looking up. ഒരു സുവിശേഷൻ എപ്പോഴും സ്വർഗത്തിലേക്ക് നോക്കി മറ്റ് ഇതൊന്നും ഇല്ലാതെ സ്വർഗത്തിലേക്ക് നോക്കി ആ നിലയിൽ അല്ലാതെ. I remember when I was leaving my job from the Port Trust. മംഗലാപുരത്തെ പോർട്ടിൽ നിന്നുള്ള ജോലി റിസൈൻ ചെയ്യുമ്പോൾ Suddenly it was a big shock. അത് പെട്ടെന്നൊരു വിഷമമായിട്ട് വന്നു.
And I took the decision, everything is done, and then there was a big pressure. അങ്ങനെ ഒരു തീരുമാനമെടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. അപ്പോൾ വലിയൊരു സമ്മർദ്ദം ഉണ്ടായി. I was so upset and I went and shared with one Lord servant. ഒരു സുശേഷനോട് ഞാൻ ആ കാര്യങ്ങളൊക്കെ പോയി ഷെയർ ചെയ്തപ്പോൾ And he told me like this. ആ സഹോദരൻ ഇങ്ങനെ പറഞ്ഞു, Just all these years you are a port employee. എപ്പോഴും ഇവിടെ നിങ്ങളൊരു പോർട്ടിലെ ഒരു ജോലിക്കാരനായിരുന്നു. Your expenses were always depending on your income. നിങ്ങളുടെ ആ വരവിന് അനുസരിച്ചായിരുന്നു നിങ്ങളുടെ ചിലവുകളെല്ലാം. But now that you are going to live by faith in the Lord's work, എന്നാൽ ഇന്നു മുതൽ ദൈവത്തിലുള്ള ആ വിശ്വാസത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ പോകുന്നത്. now your income is going to be depending on your expenses. ആ നിലയിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള വരവ് നിങ്ങളുടെ ചിലവിന് അനുപാതികമായിട്ടായിരിക്കും ഇനി വരാൻ പോകുന്നത്. And that's so true. We are experiencing that. അത് വാസ്തവമായിട്ടും സത്യമാണ്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിയുന്നു. But otherwise, in general, when we talk about, അല്ലാതെ നാം പൊതുവായിട്ട് നാം സംസാരിക്കുമ്പോൾ, when God has given someone a specific fixed means of income in his life, ഒരാളുടെ ജീവിതത്തിൽ ദൈവം ഒരു പ്രത്യേക ഒരു എമൗണ്ട് ഒരു തുക ഇൻകമായിട്ട് വരവായിട്ട് നൽകുകയാണെങ്കിൽ, he need to understand his repaying capacity before he takes commitments on his head. തന്റെ തലയിൽ അനേക ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കുന്നതിന് മുമ്പ് തനിക്ക് എത്രമാത്രം തിരിച്ചു കൊടുക്കുവാൻ കഴിയും എന്നുള്ള കാര്യത്തെ കുറിച്ച് താൻ ബോധവാനായിരിക്കണം. Because the moment the financial imbalance comes, he will resort to any means. ഈ സാമ്പത്തികമായിട്ടുള്ള ആ കാര്യങ്ങളൊക്കെ താറുമാറായി പോയിട്ടുണ്ടെങ്കിൽ താൻ ഏത് നിലയിലും പ്രവർത്തിക്കുവാൻ ഇടയാകും. Secondly, every member of the family must know and involve in family budgeting. രണ്ടാമതായിട്ട് ആ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തിയും ഈ വരവ് ചെലവ് കണക്കുകൾ മനസ്സിലാക്കുകയും അതിന് ഉൾപ്പെട്ടിരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. Even the children should know the pressures and the difficulties and the strategies that the family is following. ഈ കുടുംബം കൊണ്ടുപോകുന്ന ആ സാമ്പത്തികപരമായിട്ടുള്ള നയതന്ത്ര കാര്യങ്ങളും അതിന്റെ ചിലവുകളും ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ പോലും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. Look, daddy has some money. That doesn't mean that anything you desire and ask will be given. പിതാവിന് അല്പം ധനമുണ്ടെങ്കിൽ അത് നിനക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നിന്റെ ആഗ്രഹം എല്ലാം ചെയ്യാൻ വേണ്ടിയുള്ളതല്ല. This is how the money comes. This is what his intention is, and ultimately we are accountable to God. ഇത്രയാണ് പൈസ വരുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെലവാക്കാനുണ്ട്, എന്നാൽ ഇതിനെല്ലാം ഒരിക്കൽ ദൈവത്തോട് നാം കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ്. Especially between the husband and wife, they must be aware of all the financial transactions within the family. പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും കുടുംബത്തിലുള്ള എല്ലാ സാമ്പത്തികമായിട്ടുള്ള ആ വിനിമയത്തിന്റെ കാര്യങ്ങളും പരസ്പരം അറിഞ്ഞിരിക്കേണ്ടതാണ്. Some years back, I remember I was in a family conference. ചില വർഷങ്ങൾക്ക് ശേഷം ഒരു ഫാമിലി കോൺഫറൻസിലായിരുന്നപ്പോൾ, and that was for the evangelists and their wives. അവിടെയുള്ള സുവിശേഷന്മാരും അവരുടെ ആ കുടുംബത്തിനു വേണ്ടിയുള്ളതായിരുന്നു. And one young brother came and said, "Brother, whatever I am trying, we have lot of family problems." ഒരു യുവാവ് വന്നിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്ക് വളരെയധികം ഫാമിലി പ്രശ്നങ്ങളുണ്ടെന്ന്. Somehow she is not able to believe me or trust me or fully cooperate with me. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ ഭാര്യയ്ക്ക് എന്നെ വിശ്വസിക്കുവാനോ അല്ലെങ്കിൽ ആ നിലയിൽ നോക്കുവാനോ കഴിയുന്നില്ല. I tried putting all the leading questions to get the real crunch out of it. അതിന്റെ വാസ്തവമായിട്ടുള്ള മീനിങ് എന്താണെന്ന് അറിയാൻ വേണ്ടി അനേക ചോദ്യങ്ങൾ ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു. He was fine with everything. എല്ലാ കാര്യങ്ങളും ശരിയായിട്ടുള്ളതാണ്. Finally I asked him about the finance. ഞാൻ സാമ്പത്തിനെ കുറിച്ച് അവസാനമായിട്ട് അവനോട് ചോദിച്ചു. He said everything is fine. No, whatever she asks, I am giving her. I am taking care of her. All fine. എല്ലാ കാര്യങ്ങളും ഒരു പ്രശ്നമില്ല. ചോദിക്കുന്ന പൈസ കൊടുക്കുന്നുണ്ട്, അവളെ നോക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. Then I asked him one thing. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ ചോദിച്ചു, does she know what you get and how you spend? ആ വൈഫിന് അറിയാമോ നിങ്ങൾക്ക് എത്ര കിട്ടും, എത്രയാണ് നിങ്ങൾ ചിലവഴിക്കുന്നതെന്ന്? No, that I am not telling her. അത് ഞാൻ അവളോട് പറയുന്നില്ല. I said, try that. ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കുക. Every day, whatever income you get, tell her, today I got something from here, something from there. This is, just involve her. ദിനംതോറും നിങ്ങൾക്ക് കിട്ടുന്ന ആ വരുമാനം പൈസ എത്രയാണെന്ന് ആ വൈഫിനോട് കൂടി ഒന്ന് പറയുക. അങ്ങനെ ആ ഭാര്യയെ കൂടി അതിൽ ഉൾപ്പെടുത്തുക. And I met him after 3 months. 3 മാസങ്ങൾക്ക് ശേഷം ഞാൻ ആ വ്യക്തിയെ കണ്ടു. I asked him,
ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു. He said, brother, that was the problem. Now everything is fine. ആ സഹോദരൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, സഹോദര അതായിരുന്നു പ്രശ്നം, ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നന്നായിട്ട് പോകുന്നു. See, sometimes the earning member feels so much dominant that others are just dependent. They did not know what's here. ചില സമയത്ത് ഈ വരുമാനം ഉള്ള ആ വ്യക്തി അതൊരു അധികാരത്തിന്റെ ആ സ്ഥാനത്തിരുന്നുകൊണ്ട് മറ്റുള്ളവർക്ക് അറിയില്ല, മറ്റുള്ളവര് ഈ വ്യക്തിയെ ആശ്രയിച്ചിരിക്കുന്നവരായിട്ട് മാറിപ്പോവുകയാണ്. In a Christian family, well, especially between the husband and wife, my purse, your expense, my expense, I think that's a wrong strategy. We are not supposed to do that. ഒരു ക്രിസ്തീയ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ഒരു ഭാര്യയും ഭർത്താവിനോടുള്ള ബന്ധത്തിൽ എന്റെ പേഴ്സ് അല്ലെങ്കിൽ നിന്റെ പേഴ്സ് അല്ലെങ്കിൽ ആ നിലയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ആ കാഴ്ചപ്പാട് ശരിയല്ല. Some places it is bargain. ചിലടത്ത് അവർ തമ്മിൽ തർക്കിക്കും. If you send so much to your family, I will send so much to my family. നിന്റെ കുടുംബത്തിലേക്ക് നീ ഇത്ര അയക്കുകയാണെങ്കിൽ എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇത്ര അയക്കുമെന്ന് അവർ തമ്മിൽ തർക്കിക്കും. If you put so much for the family expenses, I will also put so much. കുടുംബത്തിന്റെ ചെലവിന് വേണ്ടി നിങ്ങൾ ഇത്ര ഇടുകയാണെങ്കിൽ ഞാനും ഇത്ര ഇടുമെന്ന് തമ്മിൽ അവർ സംസാരിക്കും. Rest of the things don't ask. മറ്റുള്ള കാര്യങ്ങളൊന്നും എന്നോട് ചോദിക്കരുത്. Beloved, that is absolutely wrong. Totally against the scriptural principles. പ്രിയരെ, ആ നിലയിലുള്ള കാര്യങ്ങളൊക്കെ തിരുവചനത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും എതിരായിട്ടുള്ളതാണ്. If money is going to divide your family in that way, ആ നിലയിൽ സമ്പത്ത് നിങ്ങളുടെ കുടുംബത്തെ വേർതിരിക്കുന്നുവെങ്കിൽ, it is better to forgo such incomes. Forgo such incomes. Forget such incomes. ആ നിലയിലുള്ള വരുമാനത്തെ നിങ്ങൾ ഉപേക്ഷിക്കുക. Let them be one in that. നിങ്ങൾ ഒരുമിച്ച് ആയിരിക്കുക. Let them know what is happening. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർ അറിയുക. And let the ups and downs be shared by every members of the family. ജീവിതത്തിന്റെ ഉയർച്ചയും താഴ്ചയും എല്ലാം കുടുംബത്തിലെ എല്ലാ വ്യക്തികളും ചേർന്ന് ഒരുപോലെ പങ്കുവെക്കുക. Each member must be sacrificial to meet the needs of others. മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുന്നതിന് വേണ്ടി എല്ലാവരും ആ കാര്യത്തിൽ സന്നദ്ധരാകേണ്ടതുണ്ട്. The whole family is a unit. ഒരു കുടുംബം എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ്. But everybody's needs may not be the same. എല്ലാവരുടെയും വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ ഒന്ന് തന്നെ ആയിരിക്കണമെന്നില്ല. One member in the family may have a larger need, the other may not have that much need. കുടുംബത്തിലെ ഒരാൾക്ക് ഒരുപക്ഷെ കൂടുതൽ സമ്പത്ത് ആവശ്യമുള്ള ഒരു ആവശ്യമായിരിക്കും, മറ്റേയാൾക്ക് അങ്ങനെ ആകണമെന്നില്ല. So they should be willing to sacrifice for the other's sake within the family. മറ്റുള്ളവർക്ക് വേണ്ടി ആ നിലയിൽ വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള മനസ്ഥിതി അവർ പരസ്പരം കുടുംബത്തിൽ ഉണ്ടായിരിക്കണം. And even the children should cooperate with that. അതിനുള്ള നിലയിൽ കുഞ്ഞുങ്ങളും സഹകരിക്കേണ്ടതുണ്ട്. So sacrificing for others' sake. മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവരുടെ ആവശ്യം നിറവേറ്റുവാൻ വേണ്ടി ആ കാര്യങ്ങളെ സാക്രിഫൈസ് ചെയ്യുക. Thirdly, next, set priorities in spending resources. ഈ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി മുൻഗണന നിർണ്ണയിക്കേണ്ടത് ആവശ്യമുണ്ട്. The Lord himself said in Matthew 22:21, give to God what is God's and to Caesar what is his. മത്തായിയുടെ സുവിശേഷം 22:21 വായിക്കുന്ന ദൈവത്തിനുള്ള ദൈവനും കൈസർക്കുള്ളത് കൈസർക്കും കൊടുക്കുവാൻ ദൈവം കർത്താവ് പറയുന്നു. Paying taxes to the government is not a sin. ഗവൺമെന്റിന് ടാക്സ് കൊടുക്കുന്നത് ഒരു പാപമല്ല. If you have something to be given to Caesar, give it. That's what the Lord said. കൈസർക്ക് എന്തെങ്കിലും കൊടുക്കുവാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൊടുക്കുക. അതാണ് തിരുവചനം പറയുന്നത്. Now I was wondering when reading this verse, ഈ ഭാഗം വായിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു. He is telling, give to Caesar what is Caesar's. കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കുക എന്ന് കർത്താവ് പറഞ്ഞു. And then give to God what is God's. ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കുക. So what belongs to Caesar, don't give it to God. God doesn't want that. കൈസർക്കുള്ളത് ഒരിക്കലും ദൈവത്തിനടുത്ത് കൊടുക്കരുത്. ദൈവത്തിന് അത് ആവശ്യമില്ല. I mean, what is not legal cannot please God. ലീഗൽ അല്ലാത്ത ഒരു കാര്യം ദൈവത്തിന് കൊടുത്താൽ അതിൽ ദൈവം പ്രസാദിക്കുകയില്ല. God wants us to be basically submissive to the God-appointed order of the society. ആ സമൂഹത്തിൽ ദൈവം വെച്ചിട്ടുള്ള ആ ക്രമത്തിനനുസരിച്ച് പ്രവർത്തിക്കുവാനാണ് ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത്. Until and unless it violates the scriptural principle. അത് തിരുവചനത്തിന്റെ ആ തത്വത്തിൽ നിന്നും വ്യതിചലിക്കാത്തിടത്തോളം കാലം. Cut short the non-essentials to sustain the essentials. നമ്മുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ നമുക്ക് ഒഴിവാക്കുവാൻ കഴിയും. Sometimes a lot of money is coming, but there are many things, essential things we are not able to meet. ചിലപ്പോൾ ധാരാളം സമ്പത്ത് നമുക്ക് വരുന്നുണ്ടായിരിക്കും, എന്നാൽ ഏറ്റവും അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് കഴിയാതെ പോകും. We need to really evaluate
the type of expenses. ആ സമയത്ത് ആ നിലയിലുള്ള ചിലവുകളെയൊക്കെ നാം ശരിക്കും അതൊന്ന് നോക്കി We കാണേണ്ടതുണ്ട്. may have to cut short some non-essential expenditures in order to sustain the most essential expenditures. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന അനേകം കാര്യങ്ങളെ നാം ഒഴിവാക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. Practice purpose-oriented savings with sincerity. ആത്മാർത്ഥമായിട്ട് അനുയോജ്യമായിട്ടുള്ള ഒരു ധനസേവനത്തിന് വേണ്ടി നാം ശ്രമിക്കണം. If at all you are in the habit of saving, നാം സമ്പത്ത് സേവ് ചെയ്യുന്ന സ്വഭാവമുള്ളവരാണെങ്കിൽ it must be purpose-oriented. അതിന് പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരിക്കണം. The sincerity, the motive behind that is very, very important. അതിന് പിന്നിലുള്ള ആ മനോഭാവം എന്ന് പറയുന്നത് ആത്മാർത്ഥതയോടുള്ള മനോഭാവമായിരിക്കണം. Luke 12:48. ലൂക്കോസിന്റെ സുവിശേഷം 12:48. But he who did not know, yet committed things deserving of stripes, shall be beaten with few. For everyone to whom much is given, from him much will be required, and to whom much has been committed, of him they will ask the more. അറിയാതെ അടിക്ക് യോഗ്യമായത് ചെയ്യുന്നവനോ കുറച്ച് അടികൊള്ളും, വളരെ ലഭിച്ചവനോട് വളരെ ആവശ്യപ്പെടും, അധികം ഏറ്റുവാങ്ങിയവനോട് അധികം ചോദിക്കും. Matthew 6:19-21. മത്തായിയുടെ സുവിശേഷം 6:19 മുതൽ 21 വരെ വായിക്കുകയാണെങ്കിൽ, Do not lay up for yourselves treasures on earth, where moth and rust destroy, and where thieves break in and steal. But lay up for yourselves treasures in heaven, for neither moth nor rust destroys, and where thieves do not break in and steal. For where your treasure is, there your heart will be also. പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിന്റെ നിക്ഷേപം ഉള്ളിടത്ത് നിന്റെ ഹൃദയം ഇരിക്കും. In conclusion, I just want to say this. ഞാൻ അവസാനത്തോളം ബന്ധം ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്തട്ടെ. Taking all the resources that God has given into our hands, ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എടുത്തിട്ട് we can spend it in two ways. രണ്ട് വിധത്തിൽ നമുക്ക് ചിലവഴിക്കാം. One is you spend it here ഒന്ന് ഇവിടെ തന്നെ നിങ്ങൾ ചിലവഴിക്കുക. in such a way that you will not have anything there. അത് സ്വർഗത്തിൽ ഒന്നുമില്ലാത്ത നിലയിൽ നമുക്കത് ചിലവഴിക്കാം. The other thing is you can spend it here in such a way that it will be stored up there. എന്നാ മറ്റൊരു വശം എന്ന് പറയുന്നത് നാം ഇവിടെ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകത്തക്ക വിധം നമുക്ക് ഇവിടെ അത് സ്പെൻഡ് ചെയ്യാം. And I don't have to explain what's the difference between these. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. Family finance management. ഒരു കുടുംബത്തിന്റെ ആ സമ്പത്ത് ഏത് നിലയിൽ ചിലവഴിക്കണം. Let God become the priority of our families, not money. നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുൻഗണനയുള്ളത് പ്രാധാന്യമുള്ളത് ദൈവമായിരിക്കട്ടെ, സമ്പത്താകുവാൻ പാടില്ല. Let money be our servant and let it never become our master. സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ദാസനും ഒരിക്കലും അത് യജമാനാകാതിരിക്കാൻ നാം ശ്രദ്ധിക്കുക. If there is any family where the relationship is hampered because of money management, I will tell you, please let not money break the unity of the family. Sit together, talk it out, solve the problems, and with the consent and the approval of one another, let the family spend the resources. ഏതെങ്കിലും കുടുംബത്തിൽ ഈ സമ്പത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അവർ ഒരുമിച്ചിരുന്ന് പരസ്പരം സംസാരിച്ചിട്ട് ആ കാര്യങ്ങളെ സോൾവ് ചെയ്ത് ആ ദൈവനാമത്തിനായിട്ട് അവർ വരേണ്ടതുണ്ട്. ഈ സമ്പത്ത് ഒരിക്കലും കുടുംബത്തിന് ഒരു പ്രശ്നമായിട്ട് മാറുവാൻ പാടില്ല. May His name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.